നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾക്ക് വേണ്ടത് 66 ദിവസം മാത്രമാണ്. അതെ, വെറും 66 ദിവസം. 66 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ കൂടുതൽ എനർജറ്റിക് ആയിരിക്കും, നിങ്ങളുടെ ബുദ്ധിശക്തി കൂടും, നിങ്ങളുടെ സ്ട്രെസ് കുറയും, കൂടുതൽ സെൽഫ് കൺട്രോൾ ഉണ്ടാകും, കോൺഫിഡൻസ് കൂടും, ക്രിയേറ്റിവിറ്റി കൂടും, ആകെ മൊത്തം നിങ്ങളുടെ പെർഫോമൻസ് തന്നെ മാറും. ഇതൊക്കെ 66 ദിവസം കൊണ്ട് നടക്കുമോ? നടക്കും. ഈ 66 ദിവസമല്ല നിങ്ങളെ മാറ്റി പുതിയ മനുഷ്യനാക്കാൻ പോകുന്നത്. ഈ 66 ദിവസവും രാവിലെ എണീറ്റ് 1 മണിക്കൂർ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ശീലങ്ങളാണ്. അതിനെ 20-20-20 ഫോർമുല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് 66 ദിവസം? എന്താണ് 66 ദിവസത്തിന്റെ പ്രത്യേകത? നമുക്കൊരു ശീലം ഉണ്ടാവാൻ 21 ദിവസം മതി എന്നായിരുന്നു നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ശീലം 21 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, എനിക്കും കഴിഞ്ഞിട്ടില്ല. കാരണം ഇപ്പോഴത്തെ സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നത് ഒരു ശീലം ഉണ്ടാവാൻ നമുക്ക് മിനിമം 66 ദിവസമെങ്കിലും വേണമെന്നാണ്. ഇതൊന്നും ഞാൻ പറയുന്നതല്ല, 5am ക്ലബ് എന്ന് പറഞ്ഞ ഈ ബുക്കിലുള്ളതാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് 66 ദിവസം കൊണ്ട് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിവുള്ള ഈ 20-20-20 ഫോർമുല എന്താണ്, എങ്ങനെയാണ് 66 ദിവസം കൊണ്ട് ഏതൊരു ശീലവും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുക എന്നൊക്കെയാണ്. വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ അറിവ് നേടാനും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് തുടങ്ങാം. ആക്ച്വലി ഈ 20-20-20 എന്ന് പറയുന്നത് രാവിലെ 5 മണി മുതൽ 5:20 വരെ, 5:20 മുതൽ 5:40 വരെ, 5:40 മുതൽ 6 മണി വരെ എന്നിങ്ങനെ 20 മിനിറ്റ് ഇടവിട്ടിട്ടുള്ള സമയങ്ങളാണ്. ഈ സമയങ്ങളായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെയാണ് 20-20-20 ഫോർമുല എന്ന് പറയുന്നത്. പക്ഷേ സിനാനെ, ഞാൻ രാവിലെ 5 മണിക്ക് എണീക്കാറില്ലല്ലോ എന്നല്ലേ നിങ്ങളിപ്പോ പറയുന്നത്? 5 മണി തന്നെ ആവണമെന്നില്ല. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ 5:30 ചെയ്താലും 6 മണിക്ക് ചെയ്താലും 7 മണിക്ക് ചെയ്താലൊന്നും പ്രശ്നമില്ല. പക്ഷെ 5am ക്ലബിൽ പറയുന്നത് 5 മണിക്ക് എണീറ്റിട്ട് ചെയ്യാനാണ്. കാരണം 5 മണി എന്ന സമയത്തിന് ചില പ്രത്യേകതകളുണ്ട്. അധികാരം എണീക്കാത്ത സമയമാണല്ലേ 5 മണി. നമ്മുടെ നാട്ടില് സാധാരണ ആളുകൾ എണീക്കാറ് 7, 8, 9 മണിക്കൊക്കെ ഉള്ളിലാണ്. അപ്പൊ ഈ 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് നല്ല നിശബ്ദതയാണ്. മാത്രമല്ല നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനോ ആരുമില്ല, നമുക്ക് മെസ്സേജ് അയക്കാനോ നമ്മളെ കോൾ ചെയ്യാനൊന്നും ആരുമില്ല. അതുകൊണ്ട് 20-20-20 ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം 5 മണിയാണ്, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള സമയങ്ങളാണ്. രാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ നേരത്തെ എഴുന്നേൽക്കാനുള്ള ശീലം വളർത്താനുള്ള ടെക്നിക്കും വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇനി എന്താണ് 20-20-20 ഫോർമുല എന്ന് നോക്കാം. ഫോർമുലയിലെ ആദ്യ 20 എടുക്കാം. 5 മണി മുതൽ 5:20 വരെയുള്ള ആദ്യ 20 മിനിറ്റ് സമയം നിങ്ങൾ ചെയ്യേണ്ടത് എക്സസൈസ് ആണ്. നിക്ക് എക്സസൈസ് ചെയ്യാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് പോകാൻ വരട്ടെ. രാവിലെ എണീറ്റ് ആദ്യം തന്നെ എക്സസൈസ് ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ കേട്ടിട്ട് എക്സസൈസ് ചെയ്യണോ വേണ്ടേ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചു. രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുന്നത് നമ്മളെ പൂർണ്ണമായിട്ട് ഉണർത്തുക മാത്രമല്ല ചെയ്യുന്നത്, അതിന് അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് എനർജി തരാനും ഫോക്കസ് കൂട്ടാനും കഴിയും. മാത്രമല്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോണിന്റെ ലെവൽ കൂടുതലായിരിക്കും. കോർട്ടിസോൾ ആണ് നമ്മൾക്ക് പേടി ഉണ്ടാവാനൊക്കെ കാരണമാകുന്നത്. എക്സസൈസ് ചെയ്യുന്നത് കോർട്ടിസോളിന്റെ ലെവൽ വളരെ അധികം കുറക്കും. കഴിഞ്ഞില്ല, പവർഫുൾ വർക്കൗട്ടൊക്കെ ചെയ്ത് വിയർക്കുന്നത് ശരീരത്തിൽ BDNF റിലീസ് ചെയ്യും. BDNF എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ. BDNFന് സ്ട്രെസ് കാരണം ഡാമേജ് ആയ ബ്രെയിൻ സെൽസിനെ റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. മാത്രമല്ല അത് പുതിയ ന്യൂറൽ കണക്ഷൻസ് ഫോം ചെയ്യും. എന്ന് വെച്ചാല് ബ്രെയിനിലെ ഞരമ്പുകളൊക്കെ കൂടിച്ചേരുന്നത് വേഗത്തിലാക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചിന്തിക്കാനും ഡിസിഷൻസ് എടുക്കാനും കഴിയും. അതുമാത്രമല്ല BDNF ന്യൂറോജെനസിസ് പ്രൊമോട്ട് ചെയ്യും. എന്ന് വെച്ചാൽ BDNFന് പുതിയ ബ്രെയിൻ സെൽസിനെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇതിനൊക്കെ പുറമെ എക്സസൈസ് ഡോപ്പമിനും സെറട്ടോണിനും റിലീസ് ചെയ്യും. ഡോപ്പമിൻ നമുക്ക് എനർജി തരും, സെറട്ടോണിൻ നമ്മളെ ഹാപ്പി ആക്കി വെക്കും. എന്നിട്ടും തീരുന്നില്ല, എക്സസൈസ് മെറ്റബോളിസം വർദ്ധിപ്പിക്കും. മെറ്റബോളിസം പെട്ടെന്നൊക്കെ നമ്മളെ തടി കുറയാൻ സഹായിക്കും. ഇനി പറ, രാവിലെ തന്നെ എക്സസൈസ് ചെയ്യണോ വേണ്ടേ? ഇത് 20-20-20 ഫോർമുലയിലെ ആദ്യ 20 മാത്രമേ ആയിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ 20 മിനിറ്റിൽ എന്താ ചെയ്യേണ്ടത് എന്ന് നോക്കാം. രണ്ടാം 20 5:20 മുതൽ 5:40 വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ തന്നെ അറിയുക എന്നതാണ്. നമ്മൾ ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. 21-ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകത വേഗതയാണെന്ന് 8ാം ക്ലാസ് ഹിസ്റ്ററി പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞതായി ഓർക്കുന്നു. നമുക്കെല്ലാം ഇന്ന് പെട്ടെന്ന് വേണമല്ലേ, പെട്ടെന്ന് ചെയ്തു തീർക്കണം. വേഗത കൂടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, സൂക്ഷ്മത കുറയും. അതുകൊണ്ട് കെയർലെസ് ആയി മിസ്റ്റേക്സ് വരുത്താൻ സാധ്യതയുണ്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ കിട്ടാത്ത വേറൊരു സാധനമാണ് നിശബ്ദത.
പലപ്പോഴും നിശബ്ദതയെ സമാധാനവുമായിട്ട് കൂട്ടി പറയാറുണ്ട്. നിശബ്ദത തരുന്ന സമാധാനം ഈ കാലഘട്ടത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ആഡംബരം തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ 2020 ചെയ്യേണ്ടത് അതിരാവിലെ തരുന്ന നിശബ്ദതയിലും ഏകാന്തതയിലും ചിന്തിക്കുക എന്നതാണ്. കാരണം ഏറ്റവും നല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് ഏകാന്തതയിലാണെന്ന് തോമസ് ആൽവ എഡിസണും പറയുകയുണ്ടായി. എന്തിനെ കുറിച്ച് ചിന്തിക്കണം? നമ്മളെ കുറിച്ച് തന്നെ. നമ്മളെങ്ങനെ ജീവിക്കുന്നു, നമ്മൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ, ഇങ്ങനെ ഒരു വിലയിരുത്തൽ നടത്താം. എല്ലാവരുടെ കാര്യമല്ല, പക്ഷെ മിക്ക ആളുകൾക്കും ഈ 21ാം നൂറ്റാണ്ടിന്റെ തിരക്കിൽ പെട്ട് വീടിന്റെയും അതുപോലെ ജോലിയുടെയും ഇടയിലേക്ക് കിടന്ന് ഓടുന്നതിനിടെ പലപ്പോഴും ഞാൻ ആരാന്നത് തന്നെ മറന്നു പോകുന്നു. ഇനി അഥവാ സമയം കിട്ടിയാൽ തന്നെ ഫോൺ പോലത്തെ ഡിവൈസുകൾ ഡിസ്ട്രാക്ട് ചെയ്യാനും നമ്മുടെ ചിന്തയെ തിരിക്കാനും ഒക്കെ ഉണ്ട്. ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ഒരു വിലയിരുത്തൽ നടത്തേണ്ടതാണ്. കാരണം നമ്മളെ കുറിച്ച് തന്നെ കൂടുതൽ അറിയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ബെറ്ററായി പെർഫോം ചെയ്യാൻ പറ്റും. ഈ നമ്മളെ തന്നെ അറിയുന്ന ഈ പ്രോസസ്സ് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി നമ്മുടെ തോട്ട്സ് ഒക്കെ എവിടെയൊക്കെ എഴുതി വെക്കാം. സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ ജേർണലിംഗ് ചെയ്യാം. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും നമ്മൾ മാറ്റാൻ ആഗ്രഹിക്കുന്നതും നമുക്ക് സന്തോഷം തരുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ജേർണലിൽ എഴുതേണ്ടത്. നമുക്ക് വേദനിപ്പിച്ചതും നമ്മളെ സങ്കടപ്പെടുത്തിയതും നമ്മൾക്ക് ദേഷ്യം പിടിപ്പിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജേർണലിൽ എഴുതണം. കാരണം സൈക്കോ അനാലിസിസിന്റെ പിതാവായ സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നുണ്ട്, അൺഎക്സ്പ്രസ്ഡ് ഇമോഷൻസ് വിൽ നെവർ ഡൈ, they are buried alive and they will come forth later in uglier ways. നമ്മൾ എക്സ്പ്രസ് ചെയ്യാത്ത ഇമോഷൻസ് ഇല്ലാതാകുന്നില്ല, അവ വേറെ പല രീതിയിലും മോശപ്പെട്ട രീതിയിലും പിന്നീട് വന്നേക്കാം എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്. നമ്മുടെ ഈ ഡാർക്ക് എനർജി, നെഗറ്റീവ് എനർജി എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടിക്കളയണം. അല്ലെങ്കിൽ പിന്നീട് അത് വല്ല രോഗമായിട്ടോ അല്ലെങ്കിൽ സ്ട്രെസ് ആയിട്ടൊക്കെ മാറും. നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരാളോട് തുറന്നു പറഞ്ഞാൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയും. പക്ഷെ പലപ്പോഴും നമുക്ക് അത്തരം ആളുകളെ കിട്ടാറില്ല. അതേ ഒരു എഫക്റ്റ് ഒരാളോട് തുറന്നു പറഞ്ഞ അതേ ഒരു എഫക്റ്റ് എയ്ത്തിനും തരാൻ കഴിയും. ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വെറുതെ ഒരു പേപ്പറിൽ എഴുതി വെച്ച് നോക്കും. ഇത് പലപ്പോഴും എനിക്ക് വർക്കായിട്ടുണ്ട്. എന്നിട്ട് ഈ എഴുതി വെച്ചത് എടുത്തു വെക്കണം എന്നൊന്നുമില്ല. ആരെങ്കിലും കാണുമെന്ന് പേടിയുണ്ടെങ്കിൽ നശിപ്പിച്ച് കളയാം. പഴയ കാര്യങ്ങൾ ആലോചിച്ചും ബുദ്ധിമുട്ടുകൾ ആലോചിച്ചും നടക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ആളുടെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിയുക? അതുകൊണ്ട് ഇത് പറഞ്ഞിട്ടോ എഴുതിയിട്ടോ പുറത്ത് കളഞ്ഞ് ഒഴിവാക്കിയേ പറ്റൂ. ഇതുപോലെ സമാധാനം തരുന്ന വേറൊരു കാര്യം കൂടി 2020 ചെയ്യാം. അതാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ നിങ്ങളെ കാമാക്കും, കോൺഫിഡൻസും കോൺസെൻട്രേഷനും കൂട്ടും. മാത്രമല്ല റെഗുലർ മെഡിറ്റേഷൻ പേടിയുടെ ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് കുറക്കും, സ്ട്രെസ്സും കുറക്കും. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നുമല്ല. ഫ്രഷ് എയർ കിട്ടുന്ന ഒരിടത്ത് ബോഡി പോസ്റ്ററൊക്കെ കീപ്പ് ചെയ്തിരിക്കുക, എന്നിട്ട് ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്യുക. ബട്ട് ഈ 5:20 മുതൽ 5:40 വരെയുള്ള സമയത്തിനുള്ളിൽ ഇതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാവുന്നതാണ്. അതിനൊന്നും പ്രശ്നമുള്ളതല്ല. നമ്മൾ ആദ്യം പറഞ്ഞു 20 മിനിറ്റ് എക്സസൈസ് ചെയ്യണമെന്നത്. പക്ഷെ ആദ്യമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്ക് 20 മിനിറ്റ് ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ച് തുടങ്ങാം. എന്നിട്ട് 2020 കാര്യങ്ങൾ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാം. ഓക്കെ, ഇനി മൂന്നാമത്തെ 20 എന്താണെന്ന് നോക്കാം. തേർഡ് 20യിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബ്രെയിനിന്റെ വളർച്ചയാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബ്രെയിൻ ഒരു മസിലാണ് എന്നതാണ്. ശരീരത്തിലെ മറ്റേത് മസിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇംപ്രൂവ് ആവുകയും സ്ട്രോങ് ആവുന്നതും പോലെ ബ്രെയിന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇംപ്രൂവ് ചെയ്ത് പെർഫോമൻസ് മികച്ചതാക്കാവുന്നതാണ്. ബ്രെയിനിന്റെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നോളേജ് നേടലാണ്. സോ മൂന്നാം 20 മിനിറ്റിൽ, അതായത് 5:40 മുതൽ 6 മണി വരെയുള്ള സമയത്ത് ബ്രെയിനിന്റെ വളർച്ചയ്ക്കായിട്ട് അറിവ് നേടാവുന്നതാണ്. നമ്മൾ ഡെയിലി ഫോണൊക്കെ കണ്ട് മടിയന്മാരായി ജീവിക്കുവാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ വീക്കായി പോകും. സോ ഡെയിലി ഒരു 20 മിനിറ്റെങ്കിലും അറിവ് നേടാനായിട്ട് മാറ്റി വെക്കണം. ടെക്നോളജിയൊക്കെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നമ്മുടെ വളർച്ചയ്ക്ക് അത് ഉപകാരമാകും. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് അതാണ്. ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾ അറിവ് നേടുകയാണ്. അപ്പോൾ രാവിലത്തെ 5:40 മുതൽ 6 മണി വരെയുള്ള സമയത്ത് നമുക്ക് ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോ കാണാനോ മാറ്റി വെക്കാം. പക്ഷെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് അറിവ് നേടുന്നതെങ്കിൽ അത് ഓഫ്ലൈൻ ആയിട്ട് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും മറ്റ് ആപ്സിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ വീഡിയോസൊക്കെ മുമ്പ് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കാറാണ് പതിവ്, ഓഫ്ലൈൻ ആയിട്ട് തന്നെ ഇതുപോലെ അറിവ് നേടാൻ. രാവിലെ തന്നെ ഫോൺ ഉപയോഗിക്കരുതെന്ന് പറയാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. അമേരിക്കൻ സൈക്കോളജിസ്റ്റ് എൽഡർ ഷാഫർ കണ്ടുപിടിച്ചത് പ്രകാരം നമ്മൾ ഓരോരുത്തരും രാവിലെ എഴുന്നേൽക്കുന്നത് കുറഞ്ഞ മെന്റൽ കപ്പാസിറ്റിയിലാണ്. അതിനെ കോഗ്നിറ്റീവ് ബാൻഡ് വിഡ്ത്ത് എന്നാണ് പറയുന്നത്. രാവിലെ തന്നെ നമ്മൾ ഫോണിൽ പല കാര്യങ്ങൾ ചെയ്തിട്ട്, അതായത് ന്യൂസ് കണ്ടിട്ടും സോഷ്യൽ മീഡിയ ആപ്സ് ഉപയോഗിച്ചിട്ടും
റീൽസും ഷോർട്സ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ ഫോക്കസ് പല വഴിക്ക് തിരിച്ചു വിടുമ്പോൾ അന്ന് നമ്മൾ ചെയ്യേണ്ട മറ്റ് ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടാതെ വരും. കാരണം രാവിലെ തന്നെ നമ്മുടെ മെന്റൽ കപ്പാസിറ്റി മൊത്തം യൂസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് രാവിലെ എണീറ്റിട്ട് 1 മണിക്കൂറെങ്കിലും ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഫോൺ കണ്ടിട്ടാണ് നോളജ് നേടുന്നതെങ്കിൽ അത് ഓഫ്ലൈൻ ആയിട്ട് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രാവിലെ നേരത്തെ എങ്ങനെ എണീക്കാം, അതുപോലെ വേറെ ഏത് ശീലം എങ്ങനെ വളർത്തിയെടുക്കാമെന്ന് നോക്കാം. ഞാനൊരു സിമ്പിൾ ലോജിക് പറഞ്ഞുതരാം. രാവിലെ നേരത്തെ എണീക്കണമെങ്കിൽ രാത്രി നേരത്തെ കിടക്കണം. ഇതത്ര ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പലരും 7-8 മണിക്കൂർ ആവറേജ് ഉറക്കമാണ് നമുക്ക് കിട്ടേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കേണ്ട ആൾക്ക് 7 മണിക്കൂർ ഉറക്കം കിട്ടണമെങ്കിൽ മാക്സിമം 10 മണിക്കെങ്കിലും കിടക്കണം. നമുക്ക് 7 മണിക്കൂറെങ്കിലും പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടണം. കാരണം നമ്മൾ ഉറങ്ങുമ്പോഴാണ് HGH പ്രൊഡ്യൂസ് ആകുന്നത്. HGH എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ. ഈ ഹ്യൂമൻ ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ഹെൽത്ത് ടിഷ്യൂസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ മൂഡ് മാറ്റും, നമുക്ക് നല്ല എനർജി തരും. മാത്രമല്ല വേണ്ടാത്ത അമിത ആഗ്രഹങ്ങളൊക്കെ അത് കുറക്കാനും സഹായിക്കുന്നുണ്ട്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴും HGH പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. പക്ഷെ 75% HGHന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. ഇപ്പോൾ നേരത്തെ കിടക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും കളിയാക്കുന്ന ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ലേറ്റായി കിടക്കുന്നതാണ് ഫാഷൻ, ഇപ്പോഴത്തെ നോർമൽ. പക്ഷെ എല്ലാവരും ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ അവരും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? കുറച്ച് അബവ് ആവറേജ് ആയിട്ടുള്ള ആളുകൾക്ക് സാധാരണക്കാരിൽ നിന്നും പണ്ട് തൊട്ടേ കളിയാക്കലുകൾ കിട്ടുന്നതാണ്. അതുകൊണ്ടാണല്ലോ അവരെ സാധാരണക്കാരെന്ന് വിളിക്കുന്നത്. ജീവിതത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട്. അതുകൊണ്ട് അവരെ പോലെ ആവാനാണെങ്കിൽ നമുക്കും തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. പലപ്പോഴും നേരത്തെ ഉറങ്ങണം എന്നൊക്കെ ഉണ്ടാവും, പക്ഷെ ഉറക്കം കിട്ടുന്നില്ല. എങ്ങനെ ഉറക്കം കിട്ടുക? ഫോണിൽ നോക്കിയിരിക്കുകയല്ലേ. ഫോണിൽ നിന്ന് വരുന്ന നീല വെളിച്ചം ശരീരത്തിലെ മെലറ്റോണിൻ എന്ന് പറഞ്ഞ കെമിക്കലിന്റെ അളവ് കുറക്കും. ഈ മെലറ്റോണിനാണ് ശരീരത്തോട് പറയുന്നത് ഉറങ്ങാൻ സമയമായിട്ടുണ്ട് എന്ന്. അപ്പോൾ രാത്രി കിടക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പെങ്കിലും ഫോൺ എടുത്തു വെക്കുക. രാവിലെ എണീറ്റിട്ട് 1 മണിക്കൂർ ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നതും രാത്രി ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് ഫോൺ എടുത്തു വെക്കുന്നതും ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ ആദ്യം അലാറം വെക്കുക. 5 മണിക്കല്ല അലാറം വെക്കേണ്ടത്. ക്ലോക്കിലെ സമയം അരമണിക്കൂർ മുമ്പോട്ടാക്കിയിട്ട് 5:30ക്ക് അലാറം വെക്കുക. ഇത് നമ്മളെ തന്നെ മണ്ടനാക്കാനുള്ള ഒരു ടെക്നിക്കാണ്. നമ്മൾ എണീറ്റ് നോക്കുമ്പോൾ സമയം 5:30 പക്ഷെ ശരിക്കും നമ്മൾ എഴുന്നേറ്റിട്ടുള്ളത് 5 മണിക്കാണ്. പക്ഷെ എന്നെ കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഫോണിൽ അലാറം വെച്ചിട്ട് ദൂരത്തേക്ക് മാറ്റി വെക്കുന്നതാണ്. അപ്പോൾ അലാറം അടിച്ചാലും എനിക്ക് ബെഡിൽ നിന്ന് തന്നെ ഓഫ് ചെയ്യാൻ പറ്റില്ല. എണീറ്റ് കുറച്ച് നടന്നിട്ട് വേണം ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ. അപ്പോൾ കുറച്ചൊരു ബോധം വരും. പിന്നെ ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു കുപ്പി വെള്ളം കുടിക്കലാണ്. വെള്ളം കുടിച്ച് ബോഡി ഹൈഡ്രേറ്റഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ഉറക്കം തെളിയും. പിന്നെ ഒരു ചെറിയ എക്സസൈസും കൂടെ ആവുമ്പോൾ പൂർണ്ണമായിട്ട് ഉണർന്നിരിക്കും. ഞാൻ 6 മണിക്കാണ് എഴുന്നേൽക്കാറ്. ഇപ്പൊ എനിക്ക് അലാറം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ എണീക്കാൻ. കാരണം 66 ദിവസത്തിൽ കൂടുതലായി ഞാനിപ്പോ ഇങ്ങനെ എഴുന്നേൽക്കുന്നു. അതുകൊണ്ട് അതൊരു ശീലമായി മാറിയിട്ടുണ്ട്. ഇതുപോലെ ഏതൊരു ശീലം വളർത്തിയെടുക്കാനും നമ്മൾ 4 സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആദ്യത്തേത് ട്രിഗർ എന്ന് പറയും, അലാറം വെക്കുന്ന പോലെ ഒരു കാര്യം ചെയ്തു തുടങ്ങാൻ എന്തേലും. രണ്ടാമത്തേത് റിച്വൽ, അലാറം അടിച്ച ഉടനെ ബെഡിൽ നിന്ന് എണീറ്റോണം. അല്ലാതെ എക്സ്ക്യൂസ് ചിന്തിച്ച് കൂട്ടാൻ സമ്മതിക്കരുത്. വേറെ ഏത് ശീലം വളർത്താനും ഇതന്നെയാണ് ചെയ്യേണ്ടത്, പെട്ടെന്ന് ചെയ്തു തുടങ്ങുക. മൂന്നാമത്തേത് റിവാർഡ്, നിങ്ങളൊരു ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്തു, അതിന് നിങ്ങൾക്ക് തന്നെ പ്രോത്സാഹനം എന്ന രീതിയിൽ ഒരു റിവാർഡ് കൊടുക്കുക. ചോക്ലേറ്റ് കഴിക്കുകയോ അല്ലെങ്കിൽ സിനിമക്ക് പോവുകയോ അങ്ങനെ എന്തേലും. അത് എണീറ്റ ഉടനെ തന്നെ ചെയ്യണമെന്നില്ല, ആ ദിവസം ഏതൊരു സമയത്ത് ചെയ്താലും മതി. പക്ഷെ ഹെൽത്തി ആയത് സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ രാവിലെ നേരത്തെ എണീക്കുന്നതിന് റിവാർഡ് കൊടുക്കാറില്ല. കാരണം രാവിലെ തരുന്ന ഫ്രഷ്നെസ്സും കൂടുതൽ വർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ തന്നെയാണ് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ റിവാർഡ്. നാലാമത്തെ സ്റ്റെപ്പ് റെപ്പറ്റീഷൻ. നിങ്ങൾ ശീലമാക്കാൻ ആഗ്രഹിക്കുന്ന ഈ കാര്യം ദിവസം ചെയ്തുകൊണ്ടിരിക്കുക 66 ദിവസത്തേക്ക്. 66 ദിവസം ചെയ്ത് കഴിയുമ്പോൾ അതൊരു ശീലമായി മാറും. പിന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ജീവിതത്തിൽ എന്നും നടക്കും. ഇന്ന് രാത്രി ഉറങ്ങി എണീക്കുമ്പോഴത്തിന് നിങ്ങൾ ഒരു പുതിയ മനുഷ്യനാവില്ല. അങ്ങനെ ആർക്കും പറ്റില്ല. ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ വേണേൽ സമയമെടുക്കും. പക്ഷെ ഈ കാലഘട്ടത്തിൽ സമയമെടുത്ത് ആർക്കും ഒന്നും ചെയ്യാനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം നല്ല ശീലങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവർ എവിടെയും എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് തന്നെയാണല്ലോ APJ അബ്ദുൽ കലാമും പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാം. ആൻഡ് തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവി മാറ്റും. എന്നെ ഒരുപാട് സ്വാധീനിച്ച 5am ക്ലബിലെ ഒരു കോട്ടൂടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. സ്മോൾ ഡെയിലി സീമിംഗ്ലി ഇൻസിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ്സ് when done consistently over time yield staggering results. അത്ര കാര്യമായി തോന്നാത്ത ചെറിയ ഇംപ്രൂവ്മെന്റ്സ്
ജീവിതത്തിൽ എന്നും കൊണ്ടുവരുമ്പോൾ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും.